ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേക്റ്റിക്സ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഗോതമ്പൊടി കൊണ്ട് നല്ല അടിപൊളി ഗുലാബ് ജാമുനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗുലാബ് ജാമുന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഗോതമ്പൊടി റോസ്റ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചീഞ്ചട്ടി വെച്ചതിന് ശേഷം ചീഞ്ചട്ടി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് നന്നായി ചൂടാകുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് ഗോതമ്പൊടി ഇതിലേക്ക് ചേർക്കാം. ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് തന്നെ 2 ടീസ്പൂൺ കൂടി നെയ്യ് ചേർക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം മൊത്തം ഞാൻ ഇതിലേക്ക് 4 ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നത് ചൂടാറാനായിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ ഗോതമ്പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് 2 ടീസ്പൂൺ നെയ്യാണ്. നെയ്യും കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ള പാലാണ്. അപ്പം നമ്മൾ കുറേശ്ശെ പാൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴക്കില്ല, ആ ഒരു പാകത്തിനാണ് നമുക്ക് നമ്മുടെ മാവ് കിട്ടേണ്ടത്, നല്ല സോഫ്റ്റായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് കുറേശ്ശെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് എനിക്ക് മാവ് കിട്ടുന്നത് നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഈ മാവ് നമുക്കൊരു 10 മിനിറ്റ് ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കാനുള്ളത് പഞ്ചസാര പാനിയാണ് നമ്മുടെ ഗുലാബ് ജാം ഇടാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഇത്തിരി അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അത് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ചേർക്കാം. 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ഉരുകുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇപ്പോൾ നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 5-6 ഏലക്ക ചതച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തേണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചസാര പാനി റെഡിയാണെന്ന് നോക്കാം. ഇതിന് കുറച്ചൊരു സ്പൂണിലെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടുന്ന പോലെ തോന്നുകയാണെങ്കിൽ, ചെറിയൊരു സ്റ്റിക്കി പോലെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ പഞ്ചസാര പാനി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് 1/2 ടീസ്പൂൺ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. നീര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രം വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റായിട്ട് വെച്ചിട്ടുള്ള മാവ് നമുക്ക് നോക്കാം. അപ്പോൾ ആ മാവ് നമുക്ക് ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ചെറിയ ഉരുളായിട്ട് എടുക്കാം. ചെറിയ ഉരുളായിട്ട് എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉരുട്ടി കൊടുത്തോണ്ടിരിക്കാം കുറച്ചു നേരം. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോൾ വേറെ ഷേപ്പിലെടുക്കുന്നത്, ഓവൽ ഷേപ്പിലെടുക്കുന്നത്, നമുക്കല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് ഗുലാബ് ജാമുൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ ഉരുളായിട്ട് ഈ ഒരു ഷേപ്പിൽ എടുത്തു വയ്ക്കാം. ഇതെല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു കടായി വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നന്നായിട്ട് കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കോരിയെടുക്കാം. ഇത് നമുക്ക് നേരെ കോരിയെടുത്തതിന് ശേഷം നമ്മുടെ പഞ്ചസാര പാനീയത്തിൽ കൊണ്ടിടാം. ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അരമണിക്കൂറോളം ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോഴേക്ക് ആ പഞ്ചസാര പാനീയം എല്ലാം ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും. അപ്പോൾ ഇത് നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.